അരിക്കൊമ്പൻ എന്നിവിടെ പിറന്ന മണ്ണിൽ ജീവിക്കാൻ അനുവദിക്കാതെ നാടുകടത്തപ്പെട്ട അരിക്കൊമ്പനെക്കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? നാടുകടത്തിയവർക്ക് ആർക്കെങ്കിലും അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാവോ? ചിന്നക്കനാൽ കാട്ടിൽ ജനിച്ചു വളർന്ന അരിക്കൊമ്പനായിരുന്നല്ലോ ആ നാട്ടിലെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണക്കാരൻ. അരിക്കൊമ്പൻ അവിടെ നിന്നും നാടുകടത്തപ്പെട്ടപ്പോൾ എല്ലാ കാട്ടാന ശല്യവും ഇല്ലാതായോ? നമ്മൾ തന്നെ ചിന്തിച്ചു നോക്കുക. നമ്മുടെ വീട്ടിൽ നിന്നും നമ്മളെ നാടുകടത്തി ഒരു പരിചയവുമില്ലാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുചെന്ന് വിടുന്നു. നമ്മളെങ്ങനെ അതുമായി പൊരുത്തപ്പെടും? അരിക്കൊമ്പൻ അത്ര വലിയ ശല്യമായിരുന്നെങ്കിൽ കോന്നിയിലെ ആനസങ്കേതത്തിൽ കൊണ്ടുചെന്നാക്കാമായിരുന്നല്ലോ. എന്തുകൊണ്ടത് ചെയ്തില്ല? അതൊന്നുമല്ല ഇതിൻ്റെ പിന്നിലെ കാരണങ്ങൾ. വന്യമൃഗങ്ങൾ, പ്രത്യേകിച്ച് ആനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നു. ചിന്നക്കനാലിലെ കാര്യം തന്നെ എടുക്കാം. ടൂറിസത്തിൻ്റെയും വികസനത്തിൻ്റെയും ഭാഗമായി വനാതിർത്തി വരെ റോഡുകൾ. അപ്പോൾ സ്വസ്ഥമായി ജീവിച്ചിരുന്ന സ്ഥലം മുഴുവൻ വൻകിട കെട്ടിടങ്ങൾ, എസ്റ്റേറ്റുകൾ, അങ്ങനെ എല്ലാ തരത്തിലും വനം കയ്യേറി കൊള്ളയടിക്കുന്നവർക്കാണ് ആന ശല്യമായി മാറിയത്. അതിനവർ ഒരുപാട് കള്ളക്കഥകൾ കെട്ടിച്ചമച്ചു. ആ ആനയെ അവിടെ നിന്നും നീക്കം ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാവരും കണ്ടല്ലോ. മൃഗങ്ങൾ മേഞ്ഞു നടക്കേണ്ട സ്ഥലത്ത് മുഴുവൻ മനുഷ്യൻ്റെ കയ്യേറ്റം നടന്നിട്ടുണ്ട്. എസ്റ്റേറ്റ് പോലെ തേയിലത്തോട്ടങ്ങൾ, ഇളംപുല്ലും ഈറ്റയും മുളയും മറ്റ് സസ്യജാലങ്ങളും ഇടതൂർന്ന് വളർന്നു നിൽക്കേണ്ട സ്ഥലം മുഴുവൻ വർഷങ്ങൾക്ക് മുമ്പേ കയ്യേറി സമ്പന്നർ വെട്ടിപ്പിടിച്ചെടുത്തു, എസ്റ്റേറ്റാക്കി. എന്നിട്ടവർ അതിനൊരു പേരിട്ടു, ജനവാസ മേഖലയെന്ന്. ആനയും അതുപോലുള്ള ജീവികളും വസിച്ചിരുന്ന സ്ഥലം മുഴുവൻ കയ്യേറി തേയിലത്തോട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നവർക്കാണ് പ്രധാനമായും ഇങ്ങനെയൊരു ആനശല്യം ഉണ്ടായത്. ആഹാരവും സ്വസ്ഥമായ ജീവിതവും ആവശ്യത്തിന് നീർച്ചാലുകളും ഉണ്ടെങ്കിൽ ഒരാനയും ആർക്കും ശല്യമുണ്ടാക്കുകയില്ല. ഏതെങ്കിലും തരത്തിൽ അതിനെ പ്രകോപിപ്പിക്കുകയാണെങ്കിൽ മാത്രമേ ആനകൾ ശല്യമുണ്ടാക്കുകയുള്ളൂ. ആഹാരമില്ലാതെയും വെള്ളമില്ലാതെയും അവ നടന്ന് ജീവിച്ച സ്ഥലം ഇല്ലാതെയുമാകുമ്പോൾ ആനകൾ നാട്ടിലിറങ്ങുന്നു. ചില തൽപര കക്ഷികളുടെ സ്വാർത്ഥ മോഹങ്ങൾക്ക് എല്ലാവരും കൂട്ടുനിന്നു. ആഘോഷപൂർവ്വം ആ സാധുജീവിയെ നാടുകടത്തി. ആരോരുമില്ലാതെ മറ്റൊരു സ്ഥലത്ത് പറിച്ചു നടപ്പെട്ട ജീവിയായാലും ചെടിയായാലും ചിലപ്പോൾ പച്ച പിടിക്കും, അല്ലെങ്കിൽ വാടിപ്പോകും. ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയില്ല. എന്തായാലും അതോടെ മൂന്നാറിലെ ചിന്നക്കനാൽ നിവാസികൾക്ക് സമാധാനമായി കാണുമല്ലോ. ഇനിയിപ്പോൾ അവർക്ക് ആരെയും പേടിക്കണ്ടല്ലോ. രാത്രികാലങ്ങളിൽ സ്വൈരവിഹാരം നടത്താം, കാട് കയ്യേറാം, വനവിഭവങ്ങൾ കട്ടുമുടിക്കാം, എല്ലാ വൃത്തികേടുകളും കൂട്ടുപിടിക്കുകയും കാട്ടിക്കൂട്ടുകയും ചെയ്യാം. വഴിയിൽ ഒരു തടസ്സമായി അരിക്കൊമ്പനെ പോലുള്ള ആനകൾ ഇല്ലാതിരുന്നാൽ മതി. കാട് കയ്യേറി വീടാക്കാൻ നോക്കുമ്പോൾ പാവം കാട്ടുജീവികൾ എന്തു ചെയ്യാന്? നമ്മൾ മനുഷ്യരുടെ സുഖജീവിതത്തിനായി കൂട്ടത്തോടെ പലായനം ചെയ്യപ്പെടണോ? കള്ളന്മാർക്ക് സ്വൈര്യമായി വിഹരിക്കാൻ അവർ കണ്ടുപിടിക്കുന്ന ഓരോരോ കള്ളങ്ങളാണ് ഇതെല്ലാം. അതിന് കുറേ ആളുകളെ കൂട്ടുപിടിക്കുന്നു. ഇനിയും ഒരാനയ്ക്കും ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. അരിക്കൊമ്പൻ്റെ ചിത്രം, അരിക്കൊമ്പൻ്റെ രൂപം എന്നും മനസ്സിലൊരു നൊമ്പരമാണ്. ആ പാവം ഇന്ന് എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ മതിയായിരുന്നു.